മലയാളികളുടെ പല ഒരു ആറ്റിറ്റ്യൂഡ്, പലതരത്തിലുള്ള നിലപാടൊക്കെയാണ്. വിധവയായിട്ടുള്ള ഒരു സ്ത്രീ ഞാൻ ഇത്രയൊക്കെ ചെയ്താൽ മതി, അല്ലെങ്കിൽ ഇത്രയൊന്നും ചെയ്യണ്ട എന്നുള്ളൊരു തോന്നലാണോ? അതോ ഒരു ഏജ് വളരെ ചെറുപ്പം അല്ലെങ്കിൽ ഇത്രയും ചെയ്യണ്ട അങ്ങനെയാണോ? ഇതെന്താണ് ആൾക്കാർക്ക് ഇത്രയ്ക്കൊരു ഇറിറ്റേഷനും ദേഷ്യവും ഒക്കെ വന്ന് ഇങ്ങനെ പറയാൻ മാത്രം? എന്താണ് രേണുവിന് എന്താ തോന്നുന്നത്? എനിക്ക് തോന്നുന്നത് അതിനൊരു അതിർവരമ്പാണ് മലയാളികൾക്ക്. ടിപ്പിക്കൽ മലയാളീസ് മാത്രമേ ഉള്ളൂ. ഉം. ഭർത്താവ് മരിച്ചാൽ അവള് പിന്നെ ഒരാണിന്റെ കൂടെ ഫോട്ടോ എടുക്കരുത്, ഒരു അഭിനയിക്കരുത്, ആണിന്റെ കൂടെ കയ്യെ പിടിക്കരുത്. ഇതൊക്കെ അഭിനയത്തിന്റെ ഭാഗമായിട്ടാണ് രേണു സുധി ചെയ്തിരിക്കുന്നത്. അല്ലാതെ എങ്ങും പോയി പാത്തും പതുങ്ങി ആരെ ഒന്നും ഞാൻ ചെയ്തിട്ടുമില്ല, പിടിച്ചിട്ടുമില്ല. അത് എനിക്ക് എന്റെ ഉറപ്പാണ്. എന്റെ കൂടെ അഭിനയിക്കുന്നവരെ എനിക്കറിയാം, എന്നെ അവർക്കറിയാം. അപ്പം ഇവരുടെ വിചാരം ഈ കാണിക്കുന്നതെല്ലാം ഇത് ഒറിജിനൽ ആണ് എന്നൊക്കെ. അന്ന് സിനിമ അഭിനയിക്കുന്നവരോട് ഇവർ അതൊന്നും പറയുന്നില്ല. സിനിമ ചെയ്ത ഇവരതൊന്നും പറയുന്നില്ല. ഞാൻ ഭർത്താവ് മരിച്ച ഒരു സ്ത്രീയാണ്, കൊല്ലം സുധിച്ചേട്ടന്റെ വൈഫാണ്. ഇവക്ക് വീട്ടിൽ ഇരുന്നാൽ പോരെ, ശരിയാണ്. ഞാൻ വീട്ടിൽ ഇരിക്കാണ്, എനിക്ക് ഈ ഉറക്കമുള്ള ചോടി നടക്കേണ്ട കാര്യമില്ല. ഇവര് മാസം വരുമാനം എനിക്കൊണ്ട് തരുമോ? ഇല്ല. അപ്പൊ എനിക്ക് ജോലി ചെയ്താൽ പറ്റില്ല, എന്റെ കുടുംബം എനിക്ക് നോക്കണം. എനിക്ക് മറ്റു ജോലി ഇപ്പൊ ഇല്ല, തൽക്കാലം എനിക്ക് ജോലിയില്ല. എന്നെ ഇപ്പൊ വിളിക്കുന്ന ഈ ചെറിയ ചെറിയ ഷൂട്ട് കാര്യങ്ങൾ, ആൽബം ആയാലും സിനിമ റീലായാലും എനിക്ക് ചെറിയൊരു തുക തന്നിട്ടാണ് ഞാൻ ചെയ്യുന്നത്. സോ ഞാനത് ജോലിയായിട്ട് കാണുന്നു, എന്റെ പാഷനായിട്ട് കാണുന്നു. അതുകൊണ്ട് ഈ മലയാളീസിന്റെ അതിർവരമ്പ് അവരത് വരച്ചോട്ടെ, ഞാനത് മൈൻഡ് ചെയ്യാതെ ഞാൻ എന്റെ ഇഷ്ടത്തിന് പോയാൽ പോരെ.